അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു W2 ബഗ്ഗി നമ്മുടെ 1/14 സ്കെയിൽ ബഗ്ഗി അതിനെ ഫുൾ അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത്. നമ്മൾ ഈ ഒരു ESC ഒക്കെ ഇട്ടിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി 3 years ബാറ്ററി കണക്ട് ചെയ്ത് നമ്മുടെ ഉണ്ടായിരുന്ന മോട്ടർ കത്തിച്ചളഞ്ഞു, ബ്രഷ്ഡ് മോട്ടർ ഉണ്ടായിരുന്ന കത്തിച്ചളഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും മോട്ടർ പോയി, അപ്പോൾ പിന്നെ നമ്മൾ ഫുള്ളി അതും കൂടെ അപ്ഗ്രേഡ് ചെയ്യാം. ആദ്യമേ തന്നെ ഈ ഒരു ബോഡി കിറ്റ് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു കിറ്റ് ഫുള്ള് ഈ ബോഡി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റോക്ക് ബോഡി വരുമ്പോൾ നമുക്ക് സ്പേസ് കുറവാണ്, ഹൈറ്റ് കുറവായതുകൊണ്ട് നമുക്ക് ഇലക്ട്രോണിക്സ് ഒരു ഇതും നമുക്ക് മൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായില്ല. അപ്പോൾ പുതിയ ബോഡി എടുത്തിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ബോഡി ഓൾറെഡി ഓർഡർ ചെയ്തതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മോട്ടർ കത്തിപ്പോയത്. അപ്പോൾ നമ്മൾ ബ്രഷ്ലെസ്സിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പാർട്ടാണ്. കാര്യം നമ്മുടെ ബ്രഷ്ലെസ് മോട്ടർ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല നമ്മുടെ ഇങ്ങനത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലെങ്ത്ത് കൂടിപ്പോകും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം സ്ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് ഫുൾ അയച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് രണ്ടാമത് ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മാറ്റേണ്ടതെന്ന് വെച്ചാൽ ഈ ഷോക്ക് ടവറും കൂടെ മാറ്റാനുണ്ട്. ഷോക്ക് ടവറും കൂടെ മാറ്റിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ കിറ്റിൻ്റെ ഒപ്പം അതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ പുതിയ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടെയ്നർ അറിയാൻ പറ്റും. ഹൈറ്റ് വ്യത്യാസം നിങ്ങൾക്ക് കണ്ടെയ്നർ അറിയാൻ പറ്റും കണ്ടോ. ഇവിടെ ഈ ഒരു ബൾജ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രോണിക്സ് എല്ലാം അതിൻ്റെ അകത്ത് കയറും. അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും മാറ്റാനുള്ളതാണ്. കാര്യം നമ്മുടെ ഈ ഡിഫ് അടക്കം നമ്മൾ മാറ്റുന്നുണ്ട്. ഡിഫും ഈ സെൻറ്ററിൽ വരുന്ന ഈ ബ്രേസ് മാറുന്നുണ്ട്. കാര്യം ഇതിൽ നമുക്ക് ഇവിടെയായിട്ടാണ് ESC മൗണ്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയയിൽ ഏകദേശം ഫ്രണ്ടിലായിട്ടായിരിക്കും. കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ബാക്ക് ബമ്പർ എടുത്തിട്ടുണ്ടായി ഒരു ഷോർട്ട് ക്രോസിൻ്റെ, അത് നമ്മൾ മാറ്റി ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്ന സാധനം ഇടാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പാർട്സുകൾ നോക്കാം. ഞാൻ ബോഡി കാണിച്ചു തന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് നമ്മുടെ സെൻട്രൽ ബ്രേസാണ്. കണ്ടോ, ഇത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ കണ്ടോ നമ്മുടെ ESC ഇത് ഇവിടെ ആയിട്ട് വരും, നമ്മുടെ ഈ സർവോടെ തൊട്ട് പൊക്കത്ത് തന്നെ ആയിട്ട് വരും. അങ്ങനെയാണ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് ഇനി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വേറെയും കുറച്ച് സാധനങ്ങളുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇരിക്കുന്ന സെൻട്രൽ ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ ഗിയേഴ്സാണ്, അപ്ഗ്രേഡഡ് ഗിയേഴ്സാണ്. നമ്മൾ ഡിഫ് വേറെ അപ്ഗ്രേഡഡ് എടുത്തു, മെറ്റൽ ഡിഫാണ് ഈ കാണുന്നത്. നിങ്ങൾ കണ്ടതിന് അറിയാൻ പറ്റും, ബോഡി അതിന് ഫുള്ള് മെറ്റലാണ്. നമ്മുടെ സ്റ്റോക്ക് വരുന്നതിൽ ഇവിടെ പ്ലാസ്റ്റിക് ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ നമ്മളിത് മാറ്റി ഫുള്ള് മെറ്റൽ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റലാണ്. കാര്യം ബ്രഷ്ലെസ് ആക്കുമ്പോൾ ഈ ഡിഫ് ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ വന്നാലും അത് തീരും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 മെറ്റൽ ഡിഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കിറ്റിൻ്റെ ഒപ്പം തന്നെ ഒരു സ്പോയിലറും വരുന്നുണ്ട്, അത്യാവശ്യം ഫ്ലെക്സിബിളായിട്ടുള്ള സാധനം. കാര്യം നമ്മുടെ സ്റ്റോക്ക് സ്പോയിലർ പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ അതാണ് ഈ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് വരാനുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇതിനകത്തും കുറച്ചധികം സാധനങ്ങൾ വരുന്നുണ്ട്. എന്താണ് നമ്മുടെ ഇത് വരുന്നത്, ഈ ഒരു ഷോക്ക് മൗണ്ട് കണ്ടോ മെറ്റൽ, അത് മാറ്റിയിട്ട് അതിൻ്റെ ലേ ഔട്ട് തന്നെ മാറും. വന്നിട്ട് 2 എടുത്തുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും വെക്കാനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒരുപാട് സ്ക്രൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കതെല്ലാം നോക്കാം. ഒരുപാട് സ്ക്രൂ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ക്രൂസ് ഇടാം. കാര്യം എൻ്റെ കയ്യിലുള്ള ഒരുപാട് സ്ക്രൂവിൻ്റെയൊക്കെ ഇത് ഹെഡ് സ്ട്രിപ്പായിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ പിരിവറ്റി പോകും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് അത് ഇടാൻ വേണ്ടി പറ്റും. ഇതിൻ്റെയൊക്കെ ഒപ്പം തന്നെ നമുക്ക് സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്ക്രൂകളൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇത് നമുക്കൊരു ബാറ്ററി ടെസ്റ്റർ അവർ തന്നിട്ടുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. കാര്യം നമ്മളിത് എടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. നമ്മുടെ ഇവിടെ നിന്ന് കിട്ടി, ചൈനയിൽ നിന്ന് കിട്ടാണ്ട് നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് എടുത്ത. കാര്യം ഒരു ഫുൾ കിറ്റ്, അവരുടെ കയ്യിൽ ഒരുപാട് ടൈപ്പ് കിറ്റ് ഉണ്ട്. നമ്മുടെ ഈ ഒരു ഇതിനെ നമുക്കൊരു ട്രഗി മോഡൽ വരെ ആക്കാനുള്ള കിറ്റുകളുണ്ടായിരുന്നു. ഞാൻ ബഗ്ഗി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കിറ്റ് എടുത്തത്. അപ്പോൾ നമുക്ക് ഒരുപാട് വർക്കുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ വർക്കുണ്ട്. ഇതിനകത്ത് നമുക്ക് സ്വൈ ബാറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതും അവർ നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. സ്വൈ ബാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലായിട്ട് വരും. നമ്മുടെ ഈ ഒരു 2 ഇതിനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. നമ്മുടെ മോൺസ്റ്റർ ട്രക്കിലൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്യാം. തൽക്കാലം ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും നോക്കാം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ഷോക്ക് മൗണ്ട് അഴിച്ച് മാറ്റണം. അത് അയച്ചിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, അതപ്പോൾ നമ്മൾ പഴയ ഷോക്ക് ടവേഴ്സൊക്കെ ഊരി എടുത്തിട്ടുണ്ട്. ഇതാണ് ബാക്കിലത്, ഇത് ഫ്രണ്ടിലതും. അപ്പോൾ ഇത് 2 നമ്മൾ ഊരി. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോക്ക് ടവേഴ്സ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത്. ഓക്കെ, ഫ്രണ്ടിൽ വരുന്നതും കറക്റ്റ് ഷേപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ നോക്കിയാൽ അറിയാം. കണ്ടോ, ഇങ്ങനെ നോക്കിയാൽ അറിയാം. നമുക്ക് ഹോൾസൊക്കെ വരുന്നത് കറക്റ്റായിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ വരേണ്ടത്. അതുപോലെ ഇതാണ് നമ്മുടെ ബാക്കിൽ വരുന്നത്. ഇതാണ് ബാക്കിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് വരുന്നത്. ഇനി ബാക്കിൽ മൗണ്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലയിൽ നമുക്ക് ഈ ഒരു ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ പൊക്കത്താണ്. അപ്പോൾ ഇത് നമുക്ക് മൗണ്ട് ചെയ്യാനായിട്ടുണ്ട്. ഇങ്ങനെ മൗണ്ട് ചെയ്യണം. ഇത്തിരി പാടാണ് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ടൈറ്റായിട്ട് കണ്ടോ
ഇങ്ങനെ വന്നിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബാക്കിലെ സ്പോയിലർ വരുന്നത്. സ്പോയിലർ നമ്മൾ സ്ക്രൂ ഇട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് സ്ക്രൂ ഇട്ട് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡിഫിൻ്റെ കവറും നമുക്ക് ഇതുപോലെ നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യണം. കണ്ടോ, ഇങ്ങനെ ഒരു സെറ്റായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലെയും ഇതുപോലെ ഡിഫ് കവർ ഇട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി ഓൾമോസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഷോക്ക് ടവേഴ്സൊക്കെ മൗണ്ട് ചെയ്തു. അപ്പോൾ ഈ ഷോക്കിൻ്റെയൊക്കെ ഈ ഒരു ഇതിൻ്റെ അകത്തായിട്ട് ഇങ്ങനെ ഒരു ബോൾഡ് ഒരു സാധനം വരുന്നുണ്ടായി. എന്നിട്ട് സ്ക്രൂ ഇട്ടിട്ടായിരുന്നു നമ്മുടെ നേരത്തെ ഷോക്ക് മൗണ്ടിലേക്ക് മൗണ്ട് ചെയ്തിരുന്നത്. ഈ ഒരു സ്ക്രൂ ഉണ്ടായിരുന്നു, ഈ ഒരു ലെങ്ത്തുള്ള സ്ക്രൂ പോയിട്ട് അതിൻ്റെ അകത്ത് കൂടെ നെറ്റും ബോൾട്ടൊക്കെ ഇട്ടിട്ടാണ്. പക്ഷേ ഇപ്പോൾ വരുന്നതിൽ ഈ ഒരു ബോൾ ബെയറിങ്ങാണ് വരുന്നത്. കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇവിടുത്തെ ഈ ഒരു ഹോളുണ്ട്, ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനത്തെ 4 ഷോക്കിലേയും കൂടെ അയച്ചെടുക്കേണ്ടി വന്നു. ഒരു ഇത്തിരി പണിയായിരുന്നു, പക്ഷേ അത് അയച്ചെടുത്തു. ഇതാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഊരാനും ഇടാനൊക്കെ എളുപ്പമാണ്. ഒരു ഇത്തിരി ബലം കൊടുക്കേണ്ടി വരുന്നുള്ളൂ, പക്ഷേ പെട്ടെന്ന് ഊരിയെടുക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഷോക്ക് ടവേഴ്സൊക്കെ റെഡിയാക്കി എടുത്തത് ഇവിടെ കണ്ടെയ്നർ അറിയാൻ പറ്റും. ഡിഫ് കവറിനകത്തോടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്താൽ മതി. അവിടെയാണ് നമുക്ക് 2 പ്രശ്നങ്ങളുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോട്ടർ വന്നിട്ടില്ല. അപ്പോൾ മോട്ടർ മൗണ്ട് ചെയ്യാനുള്ള മൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനമാണ്. ഓക്കെ, അതിപ്പോഴേ ഞാൻ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ നടുക്കത്തെ സെൻട്രൽ ഡ്രൈവ് ഷാഫ്റ്റ് ഇടാൻ വേണ്ടി പറ്റുള്ളൂ. സെൻട്രൽ ഡ്രൈവ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും നമ്മുടെ വന്നത്. അതിൻ്റെ ആയി ഞാൻ എന്തായാലും പറയാം. അപ്പോൾ സെൻട്രൽ ഡ്രൈവ് ഷാഫ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോട്ടർ മൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മോട്ടർ ഇടാൻ പാടാണ്. മോട്ടർ ഇടാൻ വേണ്ടി പറ്റില്ല. മോട്ടർ ഇടണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ രണ്ടാമത് അയക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് എന്തായാലും ഈ വീഡിയോ നിർത്താം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗിയറിൻ്റെ സാധനമാണ്. നമുക്ക് ഈ പൊക്കത്തുള്ള സാധനം നമുക്ക് മാറ്റാൻ വേണ്ടി 2 തന്നിട്ടുണ്ടായി. ഇതിപ്പോൾ ഒരെണ്ണം എൻ്റെ ഉള്ളത്, മറ്റേത് കവറിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ ഊരി, അപ്പർ സൈഡിൽ എന്ത് ചെയ്താൽ പോരുന്നില്ല. അതേ നമ്മുടെ സ്ക്രൂ ഏകദേശം പിരി വെട്ടാറായി, രക്ഷയില്ല, ഇനി പോരില്ല. ഭാഗ്യത്തിന് നമ്മുടെ കയ്യിൽ അപ്ഗ്രേഡഡ് ഉണ്ടായിരുന്നു, നമ്മൾ ഇട്ടിട്ടുണ്ടായില്ല. നമ്മൾ സ്റ്റോക്ക് തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ നടുക്കത്തെ ഈ ഒരു ഗിയർ വരുന്നത് ഇതിനകത്ത് പ്ലാസ്റ്റിക്കാണ്, അപ്ഗ്രേഡഡിൽ മെറ്റലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു അപ്ഗ്രേഡായിട്ട് നമ്മൾ പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ എന്തായാലും നമുക്ക് ഇപ്പോൾ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ മാറ്റി വെക്കാം. ഇതിപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാര്യം നമ്മൾ മോട്ടർ ഉണ്ടാകുന്ന ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പണി കിട്ടും. അപ്പോൾ നമ്മുടെ ഈ വർക്കൊക്കെ ഓൾമോസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ടെമ്പററി ആയിട്ടുള്ള മൗണ്ടാണ്. കാര്യം നമുക്ക് ഡിഫ് കവർ അഴിക്കേണ്ട വരും അടുത്ത ഒരു പരിപാടിക്ക്. അപ്പോൾ നമ്മുടെ ബ്രഷ്ലെസ് മോട്ടർ കിട്ടുന്നതനുസരിച്ച് നമുക്ക് അടുത്ത പരിപാടിയും കൂടെ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തൽക്കാലം ഞാൻ കാണിച്ചു തരാം ബോഡി ഇട്ടുമ്പോൾ വണ്ടി എങ്ങനെ വരും എന്നുള്ളത്. നമ്മുടെ ഈ ഒരു മൗണ്ട് നമുക്ക് വേണം ഇവിടെ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ബോഡി ഇതിൻ്റെ പൊക്കത്ത് ഇങ്ങനെ വരും. അപ്പോൾ ഈ ഒരു ഷോക്ക് ടവർ എന്തിനാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ ബോഡിയുടെ പാർട്ട് കണ്ടോ, ഇത് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് ഇരിക്കും. നമ്മുടെ പ്രോപ്പർ ഒരു റേസിംഗ് ബഗ്ഗിയുടെയൊക്കെ ബോഡി ഷേപ്പ് തന്നെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഏകദേശം ഇങ്ങനെ വരും. ഇതിപ്പോൾ മൗണ്ട് ചെയ്തിട്ടില്ല, മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇത് വരുന്നത്. കാണാൻ അത്യാവശ്യം നല്ല ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബ്രഷ്ലെസ് മോട്ടറും ഗിയറിങ് കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാം. അപ്പോഴത്തേക്കും നമുക്ക് ഈ സാധനം ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ആ മോട്ടർ മൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഇത് വിടുക. പിന്നെ ഇതിപ്പോൾ റിസീവറാണുള്ളത്. ESC ഇപ്പോൾ നമുക്ക് വരാനുണ്ട്. അപ്പോൾ ESCയും വരും. അതോടുകൂടി നമ്മുടെ പരിപാടികളെല്ലാം കഴിയും. അപ്പോൾ ഇനിയും ഒരു അത്യാവശ്യം നല്ലൊരു പണിയുണ്ട്. ബട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ നമുക്കൊരു റഫ് സ്കെലറ്റൻ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു ഇത്തിരി എളുപ്പമായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു നെക്സ്റ്റ് അപ്ഡേറ്റും കൂടെ തരാം. ആ ഒരു അപ്ഡേറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കാവുന്ന സെറ്റാക്കാം. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റോ വീഡിയോ വരും. അതുവരത്തേക്കും ബൈ.